നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുന്നതിന് മുമ്പ് വന്ന ശേഷവും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ അദ്ദേഹം അമേരിക്കയിൽ നടപ്പാക്കാൻ ശ്രമിച്ചതാണ് ആരൊക്കെയാണ് ആൻറ്റി സെമറ്റിക്, അതേപോലെ ഹമാസിന് വേണ്ടി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ തടസ്സപ്പെടുത്തുകയും അതേപോലെ തന്നെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ക്യാമ്പസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെയും പുറത്താക്കാനുള്ള തീരുമാനവും, അതേപോലെ തന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അവിടുത്തെ ഹോം അഫേഴ്സ് അവരോട് പറഞ്ഞ് പ്രത്യേകം ഈ കേസുകളെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്കറിയാം, ഏകദേശം 1200ഓളം കുട്ടികളോടാണ് പല യൂണിവേഴ്സിറ്റികളായിട്ട് അവരോട് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല. അതിൻ്റെ ചില വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രകടനം നടത്തിയ മെഹബൂദ് ഖലീൽ, ഇദ്ദേഹം ബേസിക്കലി അൾജീരിയൻ ഒറിജിനാണ്, സിറിയൻ റെഫ്യൂജി ക്യാമ്പിലാണ് വളർന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസ്റ്റേഴ്സ്, അതിൻ്റെ കൂടെ അമേരിക്കൻ ഗ്രീൻ കാർഡ് ഹോൾഡർ കൂടിയാണ്. ഇതേപോലെ ഈ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പോകാൻ പറഞ്ഞിട്ട് പോകാത്തവരെ, അപ്പോൾ അതിനെതിരെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കാൻ തുടങ്ങി. അതിനകത്ത് പല അധ്യാപകരുണ്ട്, സീനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റിയിലെ പല സ്റ്റുഡൻസ്. കാരണം നിങ്ങൾക്കറിയാം, അവിടെ സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് അവിടെ ജോലിയും കൂടെ ചെയ്യും. അങ്ങനെയുള്ളവർ, അത് ഏകദേശം 400 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത് ഇവരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്താൻ. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ പറയുന്ന മഹ്മൂദ് ഖലീൽ എന്ന് പറയുന്നയാൾ. ഇപ്പം ഇദ്ദേഹം ബേസിക്കലി അവിടെ ടെററൈസ് ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇവിടെയുള്ള സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം കൂടെ മറ്റൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു, അവർ ഇസ്ലാമിലേക്ക് പോവുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ മഹ്മൂദ് ഖലീലാണ്. പിന്നീട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ പത്രത്തിൽ ഈ ഇഷ്യൂമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇയാൾക്ക് വിദേശത്തു നിന്നും പണം കിട്ടി ഈ പ്രൊട്ടസ്റ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി മുഴുവനും കത്തിച്ചേക്കാൻ, ബഹളമുണ്ടാക്കാൻ. അതേപോലെ തന്നെ ഈ മെഹ്മൂദ് ഖലീൽ എന്ന് പറയുന്നയാൾ കമല ഹാരിസിനെ ജയിപ്പിക്കാൻ വേണ്ടി അവരുടെ ഡിജിറ്റലിൻ്റെ, അതായത് വിദേശികളായ മുസ്ലിങ്ങളുടെ ഡിജിറ്റൽ, അതിൻ്റെ ഹെഡ് കൂടിയായിരുന്നു. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കണക്കെടുക്കുകയും, കാരണം ഇത്രമാത്രം പണം വന്നിട്ടുണ്ട്, ഇയാൾക്ക് ഇവിടെ നിന്നൊക്കെയാണ് ഈ സപ്പോർട്ട് ബേസ് കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നത്, ആരൊക്കെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലുള്ള സിറ്റിസൺ, ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ടാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളിയോട് ഈ മഹ്മൂദ് ഖലീലിനോട് പറഞ്ഞ് ഇവിടം വിട്ടു പോവുക, മറ്റുള്ളവർ പോയിട്ടുണ്ട്, താങ്കൾ ഇവിടുന്ന് വിട്ടു പോവുക. പക്ഷേ ഇതനുസരിക്കാൻ ഇയാൾ തയ്യാറായില്ല. കാരണം ഇയാൾക്ക് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് ഒരു സുപ്രഭാതത്തിൽ ക്യാമ്പസിനകത്ത് കയറിയിട്ട് ഇയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇയാളെ കൈയോടങ്ങ് പൊക്കി അത് ഡീറ്റെയിൻ ചെയ്തു, ജയിലിലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ, കാരണം ഇവിടുത്തെ കോർട്ട് കേസ് കടന്നുകൊണ്ടിരിക്കുകയാണ്, ഇയാളെ അവിടുന്ന് പാക്ക് ചെയ്യുകയാണ്, അത് സിറിയയിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഇതേപോലെ ഏകദേശം 400 പേര് ഈ നോട്ടീസ് കിട്ടിയിട്ട് അവിടെ പോകാത്തവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 1200-1500 പേരെയാണ് ട്രംപ് വന്ന ശേഷം അവിടെ വിദ്യാർത്ഥികളെ മുഴുവനും പാക്ക് ചെയ്ത്. അതിൻ്റെ ഒത്തിരി ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉണ്ട്, കുറച്ച് സീനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, അറിയാൻ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ആയിരുന്നു. കാരണം ഇവിടെ 2-3 വർഷം പഠിക്കുമ്പോൾ അവർക്ക് അവിടെ ജോലി ചെയ്യാനും പഠിക്കുവാനായിട്ട് ഗ്രീൻ കാർഡ് അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരെ ഉൾപ്പെടെയാണ് നേരത്തെ ഡീപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെഹ്മൂദ് ഖലീലിനെ പുറത്തായി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സെനറ്റിലും അത് ചർച്ചാ വിഷയമായി. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ ഡെമോക്രാറ്റ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് അമേരിക്കയിൽ ഇല്ലേ എന്നുള്ള ചോദ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. അമേരിക്കൻ ജനതയെന്ന് പറയുന്ന ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് ആൻറ്റി സെമറ്റിക്, ആൻറ്റി ഇസ്രായേൽ സംഭവങ്ങൾ നടക്കില്ല. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു കാരണവശാലും ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ആക്രമണ സ്വഭാവമുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്താൻ അനുവദിക്കില്ല. കാരണം നമ്മൾ കണ്ടതാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ പുറത്ത്, ക്യാമ്പസിനകത്തും പുറത്തും ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകർ പോയപ്പോൾ ഇവർ ഉപദ്രവിക്കുകയും അവരെ ചവിട്ടുകയും അമേരിക്കൻ ഫ്ലാഗ് ഇട്ട് ചവിട്ടി കത്തിക്കുകയും ചെയ്തത്. അപ്പം ഇതിനുള്ളൊരു പ്രതികാര നടപടിയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പല വീഡിയോയും സോഷ്യൽ മീഡിയ കണ്ടു കാണും. ഒരു വീഡിയോ ഈ പറഞ്ഞതൊക്കെ ഇട്ട കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അവിടെ പഠിപ്പിക്കാൻ വന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ടീച്ചറിനെ
പെൺകുട്ടികൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഭയങ്കരമായിട്ട് ശബ്ദം വെച്ച് ബഹളമുണ്ടാക്കി അവരുടെ ലൈബ്രറി ബഹളം ഈ പറഞ്ഞവരെ മുഴുവനും ഇവിടുന്ന് പാക്ക് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് നേതാക്കളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ലോട്ട് അവിടുന്ന് പോകാത്തയാണ് ഈ 400 പേരെ പറഞ്ഞു വിടുന്നത്. സെക്കൻഡ് ലോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും അവിടുന്ന് പോകാൻ തയ്യാറാകാത്ത 700-800ഓളം പേരുണ്ട് പല യൂണിവേഴ്സിറ്റിയിലായിട്ട്. അപ്പോൾ ലോസ് ഏഞ്ചലസിലും ഉണ്ട്, സാൻ ഫ്രാൻസിസ്കോയിലും ഉണ്ട്. ഇവരെ മുഴുവനും പാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻ ക്ലീൻ എന്ന് തന്നെ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. മുഴുവൻ ആൾക്കാരെ പാക്ക് ചെയ്യുക, അമേരിക്കൻ ഈത്തോസ് അനുസരിച്ചും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കാൻ കഴിയുന്നവർ മാത്രം അവിടെ ജീവിച്ചാൽ മതി. അങ്ങനെയുള്ളവർക്ക് മാത്രം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുത്താൽ മതി. യൂണിവേഴ്സിറ്റിക്ക് ട്രംപ് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടികളെ പുറത്താക്കിയില്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് വെട്ടിക്കുക, ഗ്രാൻഡ് ഇല്ലാതാക്കും. അതോടുകൂടി യൂണിവേഴ്സിറ്റി പ്രശ്നമാകും. അപ്പോൾ അതോടുകൂടിയാണ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ കുട്ടികളോട് പറഞ്ഞ് ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്യുക, ഇവിടെ പഠിക്കാൻ സാധിക്കില്ല, ഈ കുട്ടികളെ മുഴുവനായിട്ട് അവരുടെ ലിസ്റ്റ് എടുത്തിട്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്ത കുട്ടികളോടും ചില യൂണിവേഴ്സിറ്റി വന്ന് പുറത്തു പോയിക്കോളാം. കാരണം ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളെ ഇവിടെ ഈ രാജ്യത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ സമ്മതിക്കില്ല, യൂണിവേഴ്സിറ്റിയുമായിട്ട് ഫെഡറൽ ഗവൺമെൻറ്റുമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രശ്നത്തിന് പോകാൻ തയ്യാറല്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവസാനം കൈ കടത്തുന്നത്. കാരണം ഇവർ പോകാൻ തയ്യാറായില്ലെങ്കിൽ ഇവരെ കൈയോട് തൂക്കിക്കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ട് ഡീറ്റെയിൻ ചെയ്യുക, അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറ്റി വിടുക. ഇപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിട്ട് തന്നെ അമേരിക്കയിൽ പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ചില പ്രൊട്ടസ്റ്റും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്. അതൊക്കെ ട്രംപ് പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. പല ആൾക്കാരും പറയുന്നത് അമേരിക്ക ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല, ഇതാ കോടയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും, നിങ്ങൾ ഇവിടെ ഇടപെടേണ്ട ആവശ്യമില്ല. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായിട്ടാണ് പല രാജ്യങ്ങളുടെ അഭിപ്രായം വന്നപ്പോൾ, പ്രത്യേകിച്ച് അൽ ജസീറ ചാനലിൽ വലിയ ചാട്ടമായിരുന്നു. കാരണം അവരുടെ ചാനലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബൈറ്റും ഈ പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളായിരുന്നു മെഹമ്മൂദ് ഖലീൽ. അപ്പോൾ അവരെ ദൂരെ കളഞ്ഞപ്പോൾ ആ ചാനലിലെ ആളുകൾ തന്നെ ഭയന്നു പോയി. അപ്പോൾ അവരുടെ പേടി എന്ന് പറയുന്ന അമേരിക്കയിൽ ഈ അൽ ജസീറ ചാനലിൻ്റെ അതിൻ്റെ റിപ്പോർട്ടേഴ്സും അതിൻ്റെ ബ്യൂറോയും പുറത്താക്കും എന്നുള്ള പേടി വരിക. കാരണം അവർ വളരെ മോശമായിട്ടാണ് ഈ അമേരിക്കയിൽ നടന്ന ഈ പ്രൊട്ടസ്റ്റൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഫർദർ ഡെയിലി വരാനുള്ള ദിവസം ഏത് രീതിയിലായിരിക്കും അമേരിക്ക ഈ പറയുന്ന ദോഹ ചാനലിനെതിരെ, അതേപോലെ ചില ഇസ്ലാമിക ചാനൽ, അതായത് ന്യൂസ് ചാനലിൻ്റെ വാഷിങ്ടൺ ഓഫീസിനെതിരെ ഏത് രീതിയിലുള്ള നടപടിയാണ് എന്നും ഈ പറയുന്ന ന്യൂയോർക്ക് പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.